കുട്ടികൾ ആരോഗ്യത്തോടെ ജീവിക്കുക എന്നുള്ളത്. അതിനെന്താ ചെയ്യേണ്ടത്? അവർ നല്ല ഭക്ഷണം കഴിക്കുന്നുണ്ടോ എന്ന് നോക്കണം. ഈ ജങ്ക് ഫുഡ് അത് നമ്മുടെ കുട്ടികൾക്കുള്ളതല്ല. ലോകത്തിലെ ഏറ്റവും നല്ല ഭക്ഷണം ഏതാണ്? കുട്ടികളോട് ഞാൻ ചോദിക്കും, ലോകത്തിലെ ഏറ്റവും നല്ല ഭക്ഷണം ഏതാണ്? ആ കുട്ടി എണീറ്റെന്ന് പറഞ്ഞേ, ലോകത്തിലെ ഏറ്റവും നല്ല ഭക്ഷണം. നീ പറ. നമ്മുടെ കുട്ടികൾ ധൈര്യമുള്ള കുട്ടികളാണ്. ഭാരതത്തിന്റെ കുട്ടികളല്ല. ആര് ചോദിച്ചാൽ ധൈര്യത്തോടെ പറയണം, നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം ഏതാ? വെരി ഗുഡ്. അവനൊരു കൈയടി കൊടുത്തേ. ലോകത്തിലെ ഏറ്റവും നല്ല ഭക്ഷണം നിങ്ങളുടെ അമ്മയുണ്ടാക്കുന്ന ഭക്ഷണമാണ്. അതിനേക്കാളും നല്ല ഭക്ഷണം ഉണ്ടാക്കാൻ ഒരു 5 സ്റ്റാർ ഹോട്ടലും വളർന്നിട്ടില്ല, വളരുകയുമില്ല. ആ കുട്ടിക്ക് വേണമെങ്കിൽ ഒരു കൈയടിയും കൂടെ കൊടുക്കാം. പക്ഷേ അവനത് പറഞ്ഞെങ്കിലും അമ്മ ഉണ്ടാക്കി കൊടുക്കണം. അമ്മമാര് സ്വിഗ്ഗിയിൽ പോയി വാങ്ങരുത്, സൊമാറ്റോയിൽ പോയി വാങ്ങരുത്, വീട്ടിൽ നിന്ന്. ഞാൻ അമ്മമാര് എന്ന് പറഞ്ഞത് അച്ഛന്മാരുണ്ടാക്കണ്ട എന്നല്ല, രണ്ടുപേരും ചേർന്ന് തന്നെ ഉണ്ടാകണം. അമ്മയും അച്ഛനും ചേർന്ന് തന്നെ ഉണ്ടാകണം. കാരണം കുട്ടികളെ വളർത്തേണ്ടത് അച്ഛനും അമ്മയും ഒരുമിച്ച് ചേർന്ന് തന്നെയാണ്. കാരണം അവരിലൂടെയാണ് നമ്മുടെ. അതുപോലെ തന്നെ നിങ്ങളുടെ കുട്ടികൾ ഉറങ്ങുന്നുണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മളുടെ കുട്ടികൾ അത് രാത്രി 12 മണി വരെ ടിവിയും കണ്ട് മൊബൈലും കണ്ട് ഇരിക്കുമോ? ഇരിക്കുന്നുണ്ടല്ലേ? കുട്ടികൾ എത്ര മണിക്കൂർ ഇറങ്ങണം? എത്ര മണിക്കൂർ ഉറങ്ങുമോ നിങ്ങളൊക്കെ? വെരി ഗുഡ്. എല്ലാ ഉത്തരം പഠിച്ചിട്ട് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. കുട്ടികൾ 8 മണിക്കൂറെങ്കിലും ഉറങ്ങിയിരിക്കണം. ഈ ഉറങ്ങുന്നത് എന്തിനാ? ഇപ്പൊ പലരുടെയും വിചാരം അത് വേസ്റ്റാണ്. കാരണം നമുക്ക് കുറച്ചുകൂടെ സമയം കിട്ടണമെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാം, കുറച്ചുകൂടെ പഠിക്കണം, കുറച്ചുകൂടെ പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നന്നായിട്ട് പരീക്ഷ എഴുതാം. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമയം ഉറങ്ങുന്ന സമയമാണ്. കാരണം തലച്ചോറ് അതെല്ലാം കൂടെ റീസെറ്റ് ചെയ്യുകയാണ്. നമ്മൾ പഠിച്ച ഓരോ സാധനങ്ങളും അത് തലച്ചോറിന്റെ ഇവിടെ വെച്ചിട്ടുണ്ട് ഇതെല്ലാം അതിങ്ങനെ നമ്മള് വീട്ടിലെ വസ്ത്രങ്ങളൊക്കെ പലയിടത്തും വലിച്ചെറിയിടുമല്ലോ, അല്ലെങ്കിൽ നമ്മൾ പുസ്തകങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇടുമല്ലോ. അത് കഴിഞ്ഞിട്ട് വീട്ടിലെ അച്ഛനോ അമ്മയോ വന്നിട്ട് വേണം അതെല്ലാം അടുക്കി വെക്കാൻ. ഈ അടുക്കി വെക്കുന്ന സമയമാണ് നമ്മൾ ഉറങ്ങുന്നത്. അപ്പോ അത്യാവശ്യമുള്ള സാധനം ഏതാണ്? പെട്ടെന്ന് എടുക്കാവുന്ന സ്ഥലത്ത് തലച്ചോറ് അവിടെ കൊണ്ടുവയ്ക്കും. അത് ഇനി 5-6 വർഷം കഴിഞ്ഞ് ഓർമ്മിച്ചാൽ മതി എന്നുള്ളതിനെ വേറൊരു സ്ഥലത്ത് കൊണ്ടുവയ്ക്കും. ഇങ്ങനെ നമ്മുടെ തലച്ചോറിനകത്ത് ഒരുപാട് അറകളുണ്ട്. ഈ അറകളിൽ അത് കൃത്യമായി അടുക്കി വെക്കുമ്പോഴാണ് നമ്മൾ ബുദ്ധിമാനായി മാറുന്നത്. അതേസമയം നമ്മൾ പലപ്പോഴും ഉറക്കമെഴിഞ്ഞിരുന്ന് കുട്ടി പഠിക്കും, പിറ്റേ ദിവസം പോയ പരീക്ഷയിൽ നന്നായിട്ട് തോക്കുകയും ചെയ്യും. എന്തുകൊണ്ടാണ്? അപ്പൊ എന്നിട്ട് അവരെ അധ്യാപനം ചെന്നത് അമ്മയും കൂടെ പോകും, അച്ഛനും കൂടെ പോയി പറയും, അവൻ ഇന്നലെ രാത്രി മുഴുവൻ പഠിച്ചതാണ്. എന്നിട്ട് പരീക്ഷ എഴുതിയപ്പോൾ അവന് മുട്ട കിട്ടി. അവൻ എന്താ മുട്ട കിട്ടിയാൻ കാരണം അവൻ ഉറങ്ങിയിട്ടില്ല. അവൻ പഠിച്ചതൊക്കെ തലച്ചോറിൽ അവിടെ ഇവിടെ കിടക്കുകയാണ്. തലച്ചോറിനത് എവിടെയാണെന്ന് അറിയില്ല. അവൻ അവിടെ ചെന്ന് ചോദ്യം കാണുമ്പോൾ ഇത് ഞാൻ വായിച്ചതാണ്, ഇത് എവിടെയോ കിടക്കുകയാണ്, ഇതെങ്ങനെ മാന്തിയെടുക്കും? അവന് പറ്റില്ല. അപ്പോ അമ്മമാരെ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഹി മസ്റ്റ് സ്ലീപ് അറ്റ്ലീസ്റ്റ് 8 hours. അച്ഛന്മാർക്കും അമ്മമാർക്കും ഉറങ്ങാം അത്രയും നേരം. പക്ഷെ കുട്ടികളുടെ കാര്യം പറയാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. അവർക്കാണ് ഈ സന്ദേശം. പിന്നെ കുട്ടികൾ വെറുതെ കളിച്ച് സമയം വേസ്റ്റാക്കരുത്. ഇവിടെ മര്യാദയ്ക്കിരുന്ന് പഠിക്കണം നിങ്ങൾ പറയാറുണ്ടോ? അങ്ങനെ പറയരുത്. കുട്ടികൾ കളിക്കണം. കളിക്കുന്നത് അവരുടെ ശരീരത്തിന്റെ ഓരോ പേശികളും വളരാനാണ്, ശാരീരിക ആരോഗ്യത്തിനാണ്. ഇതാണ് നമ്മൾ ഇത്രയും നാളെ വിചാരിച്ചിട്ടുള്ളത്. അത് മാത്രമല്ല, കളിക്കുമ്പോൾ നമ്മുടെ തലച്ചോറ് വികസിക്കുന്നു എന്നുള്ളതാണ്. കളിക്കുമ്പോൾ നമ്മുടെ തലച്ചോറിൽ പ്രത്യേക ഹോർമോണുകൾ വരും. കളിച്ച് വരുന്ന കുട്ടി സന്തോഷത്തോടെയല്ലേ വരുന്നത്. ഓടിച്ചാടി കളിച്ച് വരുന്ന കുട്ടി വീട്ടിൽ വന്നിട്ട് വഴക്കുണ്ടാക്കുമോ? അതോ നിങ്ങളോട് ചിരിച്ച് കൂടുതൽ ഭക്ഷണം ചോദിക്കും? എന്താ ചെയ്യാ? അവൻ ഭക്ഷണം ചോദിക്കും. കാരണം അവൻ സന്തോഷവാനാണ്. കളിക്കുമ്പോൾ തലച്ചോറിൽ ചില ഹോർമോണുകൾ, എൻഡോർഫിൻസ് എന്ന് പറയും, ഈ സാധനങ്ങൾ വരും. ഈ സാധനങ്ങൾ വരുമ്പോൾ നിങ്ങൾ തന്നെ എന്തെങ്കിലുമൊക്കെ ടെൻഷൻ വരുമ്പോൾ, വിഷമം വരുമ്പോൾ ഒന്ന് നടക്കാൻ പോയി നോക്കൂ, ഒന്ന് ഓടാൻ പോയി നോക്കൂ.
ഒരു ചെറുതായിട്ട് എന്തെങ്കിലും കളിക്കാൻ നോക്കൂ, തലച്ചോറ് റിലാക്സ്ഡ് ആവും. തലച്ചോറ് റിലാക്സ്ഡ് ആവുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും. പലപ്പോഴും തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ വരുമ്പോൾ ഞാൻ ചെയ്യാറുള്ളത് നല്ലൊരു നടത്തത്തിലങ്ങ് പോകും. നടന്ന് തിരിച്ചു വരുമ്പോൾ എന്റെ മനസ്സിൽ എവിടെ നിന്നോ ഒരു തീരുമാനം വരും. അത് നമുക്ക് എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഏറ്റവും പ്രധാനം കുട്ടികളെ കളിക്കാൻ അനുവദിക്കണം, കളിക്കാൻ വിടണം. നമ്മുടെ സ്കൂളുകളിൽ കളിക്കളമില്ല, അതാണ് വലിയ പ്രശ്നം. നമ്മുടെ മൈതാനങ്ങളൊക്കെ വലിയ വലിയ മാളുകളായി മാറി, അതാണ് നമ്മുടെ പ്രശ്നം. അപ്പൊ എവിടെയെങ്കിലും കളിക്കാൻ അവസരമുണ്ടെങ്കിൽ കൃത്യമായിട്ടൊരു 3-4 മണിക്കൂർ എല്ലാ കുട്ടികൾ മാത്രമല്ല മുതിർന്നവരും ശാരീരിക അധ്വാനം മസിൽ വളരാൻ മാത്രമല്ല, അത് മനസ്സ് വളരാൻ കൂടിയാണ്, തലച്ചോറ് വളരാൻ കൂടിയാണ്, നമ്മൾക്ക് സന്തോഷം പകരാൻ കൂടിയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ ഈ കാര്യങ്ങൾ നമ്മൾ ചെയ്തേ പറ്റൂ. വാസ്തവത്തിൽ നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുന്ന, വീട്ടിലെ ഭക്ഷണം കഴിക്കുന്ന, നല്ല രീതിയിൽ ഉറങ്ങുന്ന, നല്ല രീതിയിൽ കായിക അധ്വാനം ചെയ്യുന്ന കുട്ടികൾ മയക്കുമരുന്നിന് അടിമകളാവില്ല. നമ്മുടെ ഏറ്റവും വലിയ ഭീഷണി, രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി രാജ്യത്തിലെ ചെറുപ്പക്കാരെ മയക്കുമരുന്നിന് അടിമകളാക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ കുട്ടികളാരും മോശക്കാരല്ല, അവർ മയക്കുമരുന്നിന്റെ പുറകെ പോകുന്നവരല്ല, അവരെ നിർബന്ധിച്ചു കൊടുക്കുന്നതാണ്, അവരെ പ്രലോഭിപ്പിച്ചു കൊടുക്കുന്നതാണ്. ഇപ്പൊ ഓപ്പറേഷൻ തൂഫാനൊക്കെ നടത്തുമ്പോൾ പിടിക്കുന്നത് ഈ നല്ല കുട്ടികളെ അല്ല. കുട്ടികളെല്ലാവരും നല്ലവരാണ്, ഞാൻ ഒരു കുട്ടിയും മോശമാണെന്ന് പറയില്ല. പക്ഷേ ഇവരെ ചതിക്കുഴിയിൽ ഇടാൻ വേണ്ടിയിട്ട് നമ്മുടെ രാജ്യത്തിന്റെ ശത്രുക്കൾ നമുക്ക് ചുറ്റുമുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. നമ്മൾ വികസിക്കുമ്പോൾ, സാധാരണ ഒരു വീട്ടിൽ തന്നെ നമ്മുടെ വീട് ഗൾഫിൽ പോയി അല്ലെങ്കിൽ മകൻ നന്നായിട്ട് പഠിച്ച് കൂടുതൽ പണം ഉണ്ടാക്കുമ്പോൾ നമ്മുടെ അയൽവാസിക്ക് എന്താ തോന്നുക? ചെറുതായിട്ടൊരു അസൂയ തോന്നും, ഇല്ലേ തോന്നൂല്ലേ? ചെറുതായിട്ട് അസൂയ തോന്നും. പക്ഷെ അസൂയ തോന്നിയിട്ട് ഒന്നും കാര്യമില്ല. അവര് ഒന്നുകിൽ പറയും നമ്മുടെ മകളും കൂടെ പോയി പഠിക്കുക, നമുക്കും കൂടെ ലോട്ടറി എടുക്കാം, എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കാൻ മതി. പക്ഷേ ചിലരങ്ങനെയല്ല, അവനൊരു പാര വെച്ചു കൊടുക്കാം, അവനെ എങ്ങനെയെങ്കിലും ഒന്ന് ഉപദ്രവിക്കാം, അവൻ പോകുന്ന വഴിയിൽ വണ്ടി ഇടിച്ച് ചത്തുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് എന്ന് നാം സംശയിക്കേണ്ട. അങ്ങനെ ചെയ്യുന്ന ആളുകൾ രാജ്യങ്ങളുടെ ഇടയിൽ ധാരാളം. ഭാരതം വികസിക്കുന്നതിൽ നമ്മുടെ അയൽവാസികൾക്ക് ഭയങ്കര വിഷമമാണ്, സങ്കടമാണ്, ദേഷ്യമാണ്. പക്ഷെ അയൽവാസിക്കറിയാം ഒന്നും ചെയ്യാൻ പറ്റില്ല. അയൽവാസി ഓപ്പറേഷൻ സിന്ദൂർ നിങ്ങൾക്കറിയാം, അയൽവാസി നമ്മുടെ കാശ്മീരിൽ ചെറുതായിട്ടൊന്ന് കയറാൻ നോക്കി അടിച്ച് പപ്പടമാക്കി കൊടുത്തു. നമ്മൾ അയൽവാസിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നറിയാം. നമുക്കെതിരായിട്ട് ഒരു യുദ്ധത്തിലും ഒരു കാലത്തും നമ്മുടെ അയൽവാസി ജയിക്കില്ല എന്ന് നമുക്കറിയാം. അപ്പൊ അവനെന്ത് ചെയ്യും? കള്ളക്കളി ചെയ്യും. കള്ളക്കളി ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മുടെ കുഞ്ഞുങ്ങളെ വഴിതെറ്റിക്കും. നമ്മുടെ ഏറ്റവും വലിയ ശക്തി, വികസിത രാജ്യമായി പോകാൻ പോകുന്ന ഭാരതം എന്ന് ഞാൻ പറയുന്നത് നമ്മുടെ ചെറുപ്പക്കാരാണ്. ആലോചിച്ച് നോക്കൂ, ഈ ചെറുപ്പക്കാരൊന്നും പഠിച്ചിട്ടില്ലെങ്കിലോ, അവരെല്ലാവരും മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്നവരാണെങ്കിലോ, അവർ യാതൊരു ബോധവുമില്ലാതെ തെരുവിലിങ്ങനെ നടക്കുന്ന ആളുകളാണെങ്കിലോ, രാജ്യത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? കുടുംബത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? അത്തരം ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്.